മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അതുകൊണ്ട് ഇപ്പോൾ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട സമയമല്ല. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നോക്കാം. അതിപ്പോൾ ഇനി എല്ലാവരും കൂടി വിലയിരുത്തണം. UDFൻ്റെ നേതാക്കന്മാരെല്ലാവരും കൂടി വിലയിരുത്തണം. ഇതിപ്പോൾ കുറച്ചധികമായി പ്രതിഭാസം വന്നിരിക്കുന്നത് മലപ്പുറത്താണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതിനിപ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ, വിശകലനങ്ങൾ, ഇതൊക്കെ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. അല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവിടെ UDF അല്ലാത്ത വിജയം തന്നെ വെറും 5-6 പഞ്ചായത്തുകൾ മാത്രമേ LDF ജയിച്ചിട്ടുള്ളൂ. ഇത്ര ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ 10-25 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ഉണ്ട്. അപ്പോൾ അത് നോക്കണം എന്താണെന്നുള്ളത്. ഇതൊക്കെ എന്താണെന്നറിയാമോ, പിന്നെ എല്ലാ പാർട്ടികളും കൂടി ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു കൺവീനറോടോ മറ്റോ ചോദിക്കേണ്ട ഒരു ഇനത്തിൽപ്പെട്ട ചോദ്യമാണ്. എന്നോടിത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് എല്ലാവരും കൂടി പറയേണ്ടതാണ്. എവിടെ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ LDFൻ്റെ പിന്നെ പല പാർട്ടികളും പിരിഞ്ഞ് മത്സരിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? എന്നോട് മാത്രം ചോദിച്ചിട്ട് എന്താ കാര്യം? എല്ലാവരും എന്താ ചെയ്യും? ഞാൻ പറയുന്നത് അത് സംബന്ധിച്ച് കുറച്ച് ക്ഷമ. എല്ലാവരും എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കുക. എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഞാനും ചെയ്യും. അല്ല, ആ പെരുമാറ്റച്ചട്ടം ഞങ്ങൾ എല്ലാവരും കൂടി അംഗീകരിച്ച് തന്നെയാണ്. അത് കുഴപ്പം വരില്ല. അല്ല, അതങ്ങനെയല്ല. അതിന് അടുത്ത പാരഗ്രാഫിൽ അതിൻ്റെ കണ്ടീഷൻസും പറഞ്ഞു. സ്വന്തം ചിഹ്നത്തിലാണെങ്കിൽ ആ പാർട്ടിക്കാർക്ക് പോവാം. അതാണ് ഈ പറയുന്ന സൗഹൃദം. അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കുക. പിന്നെ അടുത്ത എല്ലാവരും എന്താ ചെയ്യുന്നു നോക്കിയിട്ട് തീരുമാനിക്കാം. അല്ലേ, ഇതത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട. അതുകൊണ്ടൊരു ഗുണം കിട്ടും തോന്നുന്നുണ്ട്, വിചാരിക്കണ്ട. അല്ല, അത് എനിക്ക് വാസ്തവത്തിൽ അത്ഭുതമുണ്ട്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ പറയുന്ന മതേതരത്വം, ഇന്ത്യയിൽ പറയുന്ന തീവ്രവാദവും, ഇന്ത്യയിൽ പറയുന്ന ഫാസിസവും ഒക്കെ ചിലപ്പോൾ അവിടെ അങ്ങോട്ട് ഇല്ലാതാകാണ്. എല്ലാവരും കൂടി ഞങ്ങളെ എതിർക്കുക. അങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങൾ അവിടെ ഉണ്ട്. അത് നല്ലൊരു കേസ് സ്റ്റഡിക്ക് പറ്റും എന്നാണ് എനിക്ക്. നിങ്ങൾ നോക്ക്, ഞങ്ങൾ നോക്കിയിട്ട് ഇതുവരെ കാരണം പിടികിട്ടിയിട്ടില്ല. നല്ലൊരു കേസ് സ്റ്റഡിയാണ് പത്രക്കാർക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെന്താ പറയുക, സാമ്പാർ എന്നാണ് അതിന് ഓമനപ്പേരുണ്ട് അവിടെ. സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. അതൊന്നും ഞാൻ പറയില്ല. ഇല്ല, UDFനെ ബാധിക്കുന്ന ഒരു ചുറ്റുപാടും കാണുന്നില്ല. ചർച്ച ചെയ്ത് അവസാനം അങ്ങനെ ഒരു കാര്യം UDFനെ ഒട്ടും ബാധിക്കാത്ത സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അതെവിടെയാണ് എനിക്ക് അവിടെ തളിപ്പുറം കണ്ണൂർ ജില്ലയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു പുതുമല്ല അല്ല, പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നല്ല. അവിടെ പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, മുമ്പും ഉണ്ടായിരുന്നു. അല്ല, മിക്ക സ്ഥലത്തും ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥാനാർത്ഥിയുള്ളൂ. ലീഗിനെ എതിർക്കാൻ ഒരു സ്ഥാനാർത്ഥിയുള്ളൂ. അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ CPM ഒരു പഞ്ചായത്തിൽ നടപടിയെടുത്തല്ലോ, മാറാക്കര. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക.
ഏതിൽ ഞാൻ കേട്ടില്ല. ഇത് നന്നായി പ്രതിരോധിക്കുന്നുണ്ട്. അല്ല, അത് ഞങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ്. കാരണം ഈ കെണിയിൽ ഞങ്ങൾ വീഴാത്തത്. ആ കെണിയിൽ ഞങ്ങൾ വീഴാത്തത് ഞങ്ങൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ്. ഇപ്പം ആ ചർച്ച കൊണ്ടുവന്ന് ആരെയും ശക്തിപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ആ കെണിയിൽ വീഴാത്തത്. അത് പറയേണ്ട സമയത്ത് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം പറയേണ്ടതല്ല. ഇപ്പം ഈ ജാതി ചൂണ്ടയെ കൊത്തിയാലുണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് അധികം എന്തുവിശ്വാസം കാണിക്കാത്തത്. ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നും അതിനകത്ത് ഇല്ല. അത് അത്ര ഗൗരവത്തിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഇഷ്യൂസൊന്നും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ സമസ്തയുടെ അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഇല്ല. ഞാൻ എന്തായാലും അത്തരം വിഷയങ്ങളൊക്കെ അദ്ദേഹം തന്നെ പിന്നെ നിഷേധിക്കുന്നും കണ്ടു. ഞാനെന്തിനാ അത്തരം ഒരു വരാത്ത വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു? വരട്ടെ, സീരിയസ് ആയിട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. അല്ല, അഴിക്കണോ പണിയണോ എന്നുള്ളതൊക്കെ എല്ലാവരും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ UDF കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പോകണം. ഒന്നുകൂടി കാര്യങ്ങൾ നേരെ ചൊവ്വേ കൊണ്ടുപോകണം എന്ന് അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. മൂന്നാം മുന്നണിക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. മൂന്നാം മുന്നണിയൊന്നും ഇവിടെ ക്ലച്ച് പിടിക്കും എന്ന് കരുതണ്ട. അതിനൊരു സാധ്യതയും കേരളത്തിലില്ല. ലീഗിനകത്ത് എവിടെയെങ്കിലുമൊക്കെ എക്സെപ്ഷണൽ കേസ് പ്രശ്നമില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ അതിനെ സംഘടനാപരമായി കാര്യങ്ങൾ നീക്കും. കോൺഗ്രസും നീക്കുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. ബാധിക്കാതെ നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ബാധിക്കാതെ നോക്കണമെങ്കിൽ എടുക്കേണ്ട നടപടികൾ ഇനിയുള്ള ദിവസങ്ങളാണ് അത് വരേണ്ടത്. അയ്യോ, ഇതിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒന്നും ഉണ്ടായാൽ പിന്നെ അപ്പോൾ എന്തായിരിക്കും പ്രതികരണം? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഒന്നും അനുമാനിക്കാൻ കഴിയുമോ? ഇതൊക്കെ വരുമ്പോൾ നോക്കാം. അതല്ലേ പറയാൻ പറ്റുള്ളൂ. പാർട്ടി രൂപീകരിക്കുന്നതായി തന്നെ ക്വസ്റ്റ്യനും നമ്മളുണ്ടാക്കുന്നു, ഉത്തരവും നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ ശരിയാവുമോ? പാർട്ടി രൂപീകരിക്കുന്ന ആര് പറഞ്ഞു? അങ്ങനൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ വരട്ടെ, അപ്പം നോക്കാം. ഇപ്പം ഇല്ലല്ലോ. പാർട്ടി രൂപീകരിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീക്കത്തിനൊക്കെ മറുപടി പറയാൻ പറ്റുമോ? വരട്ടെ, അപ്പം നോക്കാം നമുക്ക്. അതൊക്കെ നമ്മൾ ഇമാജിനേഷനിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. പല കാര്യങ്ങളും വ്യക്തമായി വരുന്നേ ഉള്ളൂ. ഒരു ഇൻഡിസിപ്ലിൻ്റെ പ്രശ്നമുണ്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു പാർട്ടികൾ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെർഫോമൻസ് കൊണ്ട് ഗവൺമെൻറ് പെർഫോമൻസും അതുപോലെ തന്നെ ഈ ലോക്കൽ ബോഡീസിൻ്റെ പെർഫോമൻസും കൊണ്ട് ജയിക്കുകയാണെങ്കിൽ അതിനാണ് പെർഫോമൻസിന് ജനങ്ങൾ വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും UDFന് മുൻതൂക്കം ഉണ്ടാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ മൂന്നാം മുന്നണിയും പരീക്ഷണവും വർഗീയ പ്രചരണങ്ങളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളും സാമ്പാർ മുന്നണികളും അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. പൊളിറ്റിക്കലാണ് കേരളം. UDF ഒന്നിച്ചു നിന്ന് ഇതൊക്കെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും.
അല്ല, ഇൻഡിസിപ്ലിൻ ഒരു മുന്നണിക്കായിട്ടല്ല, എല്ലാ ഈ ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ഒരു വിഷയം അത് തന്നെയാണ്. അത് എല്ലാ മുന്നണികൾക്കും ഒരു ഇഷ്യൂ ആണ്. എല്ലാ മുന്നണികൾക്കും ഉണ്ട്, ഒരു മുന്നണിക്കായിട്ടല്ല. അല്ല, അതും ഞാൻ നേരത്തെ പറഞ്ഞ ഇനത്തപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതായത് ഒന്നുകിൽ കുറയണ്ടേ സീറ്റ്, കുറയില്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ മീഡിയ ഒക്കെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എവിടെയും കാണുന്നില്ല. കാരണം BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവും എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. മീഡിയയിലാണ് വലിയ ഹൈപ്പ് വന്നത്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. നേരത്തെയുള്ള രൂപത്തിലൊക്കെ തന്നെ പോവും എന്നാണ് തോന്നുന്നത്. എൻ്റെ നിരീക്ഷണം ഞാൻ പറഞ്ഞത്. ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, അതൊന്നുമില്ല. ഇപ്പോൾ ഘടകകക്ഷികൾ പോകത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അയ്യേ, അതൊക്കെ വളരെ മോശമായ ക്വസ്റ്റ്യനും മോശമാണ്. അതുകൊണ്ട് ഞാൻ ഉത്തരവുമില്ല. നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ശരി, ഓക്കെ, താങ്ക് യു. നന്ദി പറയുന്നതിന് വേണ്ടി അനസ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം വിമതശല്യം മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ഒപ്പം വിവാദങ്ങളെ സംബന്ധിച്ചൊക്കെ UDF കൺവീനർ ആണ് ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മലപ്പുറത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായം അദ്ദേഹം പറഞ്ഞില്ല. അതിനും ഇത്തരത്തിലുള്ള അനുഭവം ആദ്യമായാണ്, മുമ്പ് ഉണ്ടാകാത്ത തരത്തിലുള്ള മത്സരമാണ് ഇത്തവണ ഉണ്ടാകുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്.